HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് PVQs ആണ്. അപ്പോൾ ഇനി സെറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ? കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15 ദിവസം മാത്രം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. 10 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഈ 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് എക്സാം നേടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. 10 ദിവസവും 10 ലൈവുകളായിട്ടായിരിക്കും ഞങ്ങൾ വരിക അല്ലേ? ഈ ഓരോ ലൈവിലും ഈ ഓരോ സിലബസിനെ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസിലെ മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 1 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ മാക്സിമം ആ ഒരു മൊഡ്യൂളിൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ 10 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം ആ സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചൊന്നും നിൽക്കാനുള്ള സമയമില്ല, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക. അപ്പോൾ 10 ദിവസത്തെ ക്രാഷ് കോഴ്സ്. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ ചേരുന്ന പല കുട്ടികളും സെറ്റ് എക്സാം കഴിയുമ്പോൾ പറയാറുണ്ട്, മിസ് ഞങ്ങൾ ആ ലൈവ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തതെന്ന്. കാരണം വെച്ചാൽ വലിയ ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാതെ ആ ലൈവിൻ്റെ സമയത്ത് മാത്രം ഏറ്റവും നന്നായിട്ട് പഠിച്ചു ആ 10 ദിവസം കൊണ്ട് മാക്സിമം എഫോർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് സെറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല അല്ലേ? അപ്പോൾ ഒരു ഏകദേശം ഒരു പോയിന്റ്സിൽ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെ കുറിച്ച് അല്ലെങ്കിൽ മൊഡ്യൂൾസിലെ കണ്ടന്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും സാധിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി നോക്കി നിൽക്കാനോ മടിച്ചു നിൽക്കാനോ ഉള്ള സമയമല്ല ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക 10 ഡേയ്സ് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്രേറ്റ്സ് സ്പെർമാറ്റോസോവ ആക്ടിവേറ്റിംഗ് substance? Which of the following secretes spermatozoa activating substance? Option A, epididymis. Option B, seminal fluid. Option C, prostate gland. ഓപ്ഷൻ ഡി, സെമിനൽ വെസിക്കിൾസ്. ഇതിനകത്ത് സ്പെർമാറ്റോസോവ ആക്ടിവേറ്റിംഗ് സബ്സ്റ്റൻസ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു അറിവ് അനുസരിച്ച് നമ്മൾ എഴുതുന്നത് സെമിനൽ ഫ്ലൂയിഡ് എന്നായിരിക്കും അല്ലെ? സെമിനൽ ഫ്ലൂയിഡ് എന്നാണ്. പക്ഷേ സെമിനൽ ഫ്ലൂയിഡ് എന്നുള്ള അല്ല LBSന്റെ ആൻസർ എന്ന് പറയുന്നത്. LBSന്റെ ആൻസർ സെമിനൽ വെസിക്കിൾ എന്നാണ്. സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻസിൽ നിന്നുള്ള സെക്രേഷൻ, ഗ്ലാൻസിന്റെ എല്ലാ സെക്രേഷൻസിനും കൂടെ കൂടി ചേർത്തിട്ടാണ് നമ്മളെന്ന് വിളിക്കുക സെമിനൽ ഫ്ലൂയിഡ്. സെമിനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നതും എന്ത് തന്നെയാണ്? ആക്ടിവേറ്റിംഗ് സ്പെർമാറ്റോസോവ എന്നാണ്. പക്ഷേ ഇവിടെ സെമിനൽ വെസിക്കിൾസ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരിക്കും സെമിനൽ വെസിക്കിൾസിലെ ഫ്ലൂയിഡ്സിനാണ് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക? സ്പെർമാറ്റോസോവയെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതായത് എനർജി കൊടുക്കാൻ ഫ്രാക്ടോസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും എന്തിനു തന്നെയാണ്? ഈ സെമിനൽ വെസിക്കിൾസിന്റെ ഫ്ലൂയിഡ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് എഴുതേണ്ടത്? സെമിനൽ വെസിക്കിൾസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഡക്റ്റ് ആണ് എപ്പിഡിഡിമിസ്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സ്പോംസ് മച്ചുർ ചെയ്യുകയും അതുപോലെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എപ്പിഡിഡിമിസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫീമെയിൽ യൂറിത്ര ഡെവലപ്സ് ഫ്രം. എവിടെ നിന്നാണ് ഫീമെയിൽ യൂറിത്ര ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്ടോഡേം, ഓപ്ഷൻ ബി എൻഡോഡേം, ഓപ്ഷൻ സി മീസോഡേം, ഓപ്ഷൻ ഡി നൺ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എൻഡോഡേം എന്നാണ്. നമുക്കറിയാം നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് സാധാരണഗതിയിൽ ഡിറൈവ് ചെയ്യുന്നത് മീസോഡേമിൻ്റെയും അതുപോലെ തന്നെ എൻഡോഡേമിൻ്റെയും ഭാഗമായിട്ടാണ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ കണ്ടുവരുന്നത് അല്ലെ? പിന്നെ കുറച്ച് എക്ടോഡേമിൽ നിന്നും കുറച്ച് ഭാഗങ്ങളും കൂടെ എന്ന് വെച്ചാൽ 3 ജേം ലെയേഴ്സിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇതിനകത്ത് അതായത് നമുക്ക് നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്നും ഇന്റേണൽ ഓർഗൻസ് എന്നെല്ലാം പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. എവിടെ കാണപ്പെടുന്നു അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്നൊക്കെ അനുസരിച്ചും ഈ ജെമിനൽ ലെയേഴ്സ് മാറും. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നതെന്നുള്ള സ്ഥലം മാറും അല്ലെ? അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ യൂറിത്ര എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് യൂറിത്ര ഫോം ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? എൻഡോഡേമിൽ നിന്നുമാണ് കേട്ടോ. ഓർത്തിരുന്നോടുക, ഫീമെയിൽ യൂറിത്ര ഈസ് ഡിറൈവ്ഡ് ഫ്രം എൻഡോഡേം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്? ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതെല്ലാമാണ്. ആന്റിഹിസ്റ്റമിൻ, ബി സൈക്ലോസ്പോറിൻ, ഓപ്ഷൻ സി നിയോമൈസിൻ, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകൈനേസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വാട്ട് ഈസ് ഇമ്മ്യൂണോ സപ്രസന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ച് നേരത്തേക്കെങ്കിലും ഇനാക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഡ്രഗ്സിനെയാണ്
നമ്മൾ ഇതെന്ന് വിളിക്കുക ഇമ്മ്യൂണോ സപ്രസൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻ്റ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളിലാണ് അല്ലേ. ആ ഗ്രാഫ്റ്റ് റിജക്ഷന് സഹായിക്കും, അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവയുടെ ആക്ഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ എന്ത് ഉപയോഗിക്കുന്നത്, ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ടി ലിംഫോസൈറ്റ്സിനെ സപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സൈക്ലോസ്പോറിൻ എന്ന് വിളിക്കും. ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ടോ, സ്ട്രെപ്റ്റോകൈനേസ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് ക്ലോട്ട് ബസ്റ്റർ എന്ന് നമ്മൾ പറയും അല്ലെ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷനൊക്കെ നടന്ന് സർജറി ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തിയിൽ ബ്ലോക്കുകൾ ഉണ്ടാവും, അവരുടെ ആർട്ടറീസിലും വെയിൻസിലൊക്കെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഉണ്ടാകും. ആ ബ്ലഡ് ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് മെഡിസിൻ ഉപയോഗിക്കുന്നത്, സ്ട്രെപ്റ്റോകൈനേസ് ഉപയോഗിക്കുന്നത്. മറന്നു പോകണ്ട, സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റിബിലിറ്റി കോംപ്ലക്സ് ഇസ് എ ടൈറ്റ് ക്ലസ്റ്റർ ഓഫ് ലിങ്കഡ് ഡാഷ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ജീൻസ്, ലിപ്പിഡ് മോളിക്യൂൾസ്. MHC എന്ന് നമ്മൾ പറയും അല്ലെ. നമുക്ക് പഠിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു റീജിയൻ കൂടിയാണ് ഈ MHCയും അതുപോലെ തന്നെ പാത്വേസും, ക്ലാസിക്കൽ പാത്വേ ഒക്കെ വരുന്ന സിസ്റ്റം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് വരുന്ന ഒരു പോർഷനാണ് MHC എന്ന് പറയുന്നത്. എന്താണ് അവ? പ്രോട്ടീൻസ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, ലിപ്പിഡ്സ് ആണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവ ജീൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓർത്തിരുന്നോണം, നമ്മളൊരു MHC എന്ന് പറയുന്ന മോളിക്യൂൾസിനെ പഠിച്ചു തുടങ്ങുന്നതേ അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ എങ്ങനെയാണ്, MHC ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ലിങ്കഡ് ജീൻസ് എന്നാണ് കേട്ടോ. ഓർത്തിരുന്നോളാം, MHC എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻസോ കാർബോഹൈഡ്രേറ്റോ ലിപ്പിഡ് മോളിക്യൂൾസോ ഒന്നുമല്ല, പകരം എന്താണ്, അവർ ലിങ്കഡ് ജീൻസിനെയാണ് നമ്മുടെ നിന്ന് വിളിക്കുക MHC എന്ന് പറയുക. രണ്ട് തരത്തിലുള്ള MHC 1ഉം MHC 2ഉം, രണ്ടിനും രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വൈ ആർ ദി വാക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ് കൺസിഡേർഡ് ആസ് സേഫ്? എന്തുകൊണ്ടാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വാക്സിൻസ് കുറച്ചും കൂടി സേഫ് ആണ് എന്ന് പറയാനായിട്ട് കാരണം? They have only the coat of pathogen, they have attenuated form of pathogen, they have killed form of pathogens, they have all the genes of pathogens. സാധാരണഗതിയിൽ ഒരു വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു പാത്തോജനിൽ നിന്നായിരിക്കും അല്ലേ. ചിലപ്പോൾ അവ ആ പാത്തോജൻസിനെ കില്ല് ചെയ്തിട്ടാവാം, ഇല്ലെങ്കിൽ അവ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാവാം, ഇല്ലെങ്കിൽ അറ്റുനേറ്റ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ റീകോമ്പിനന്റ് വാക്സിനേഷൻ ഉപയോഗിക്കുന്നതും പാത്തോജൻസിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പാത്തോജൻസിന്റെ എന്തുമാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ ഒരു വാക്സിൻസ് നിർമ്മിക്കുക, അവരുടെ കോട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇവിടെ വാക്സിൻ റീകോമ്പിനന്റ് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് വഴി ഡെവലപ്പ് ചെയ്യുന്ന വാക്സിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവയിൽ ആ പാത്തോജന്റെ കോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം മിക്കവാറും എല്ലാ പാത്തോജൻസിനും, ഇപ്പോൾ വൈറസ് ആയാലും പ്രോട്ടീൻസ് ആയാലും, അവയുടെ കോട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ മെയ്ഡ് ആയിരിക്കും. അവിടെ ജീൻസ് ഉണ്ടോ? ജീൻസ് ഇല്ല. ജീൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതെന്ത് ചെയ്യുക, അതൊരു ഹെറിഡിറ്ററി ആയിട്ട് വരിക. അതേസമയം പ്രോട്ടീൻ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവ ഡീനേച്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതേസമയം നമ്മൾ അറ്റുനേറ്റഡ് ആയിട്ടുള്ളതായിട്ടോ, ഇല്ലെങ്കിൽ കിൽഡ് ആണെങ്കിലോ, ഇല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പാത്തോജൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്, അവ ആക്ടിവേറ്റ് ആകാനോ ഇല്ലെങ്കിൽ അവരുടെ DNA ആക്ടിവേറ്റ് ആകും. അപ്പോൾ നമ്മളിപ്പോൾ കിൽഡ് ആയാലും ഇല്ലെങ്കിൽ അറ്റുനേറ്റഡ് ആയാലും ലൈവ് വാക്സിൻസ് ആയാലും അവരുടെ ജീൻസിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ. ജീൻസ് എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. ആ ജീൻസ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, അവ ആക്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതേസമയം ഈ റീകോമ്പിനന്റ് ടെക്നോളജി വഴി നിർമ്മിക്കുന്ന വാക്സിനകത്ത് നമ്മൾ ആ പാത്തോജൻസിന് എന്ത് മാത്രമേ എടുക്കൂ, അവരുടെ പ്രോട്ടീൻ കോട്ട് മാത്രമേ എടുക്കൂ. അവ പ്രോട്ടീൻ കോട്ട് ആയതുകൊണ്ട് മാത്രം അവയിൽ ജീനുണ്ടോ? ജീനില്ല. പകരം എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജനറ്റിക് ക്യാരിയിങ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നിർമ്മിക്കപ്പെടുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആണെന്ന് പറയാനായിട്ട് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ദ എൻസൈംസ് ഫോർ ബീറ്റ ഓക്സിഡേഷൻ പ്രസന്റ്? വേർ ആർ ദ എൻസൈംസ് ഫോർ ബീറ്റ ഓക്സിഡേഷൻ പ്രസന്റ്? എവിടെയാണ് ബീറ്റ ഓക്സിഡേഷൻ എൻസൈംസ് കാണപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി സൈറ്റോസോൾ, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ഡി ഗോൾജി അപ്പാരറ്റസ്. ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിലാണ് ബീറ്റ ഓക്സിഡേഷൻ ആവശ്യമായിട്ടുള്ള എന്ത് ലൊക്കേറ്റ് ചെയ്യുന്ന എൻസൈംസ്. മൈറ്റോകോൺട്രിയയിൽ മാത്രമല്ല പെറോക്സിസോംസിലും കാണപ്പെടാറുണ്ട് കേട്ടോ. പെറോക്സിസോംസിലും എന്ത് കാണപ്പെടാറുണ്ട്?
പെറോക്സിസോംസിലും ബീറ്റ ഓക്സിഡേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് കാണപ്പെടാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു എക്സാമിൻ ആന്റിജൻ, ആന്റിബോഡീസ്, ആന്റികോയാഗുലൻ, സെൽ സർഫസ്. സാധാരണഗതിയിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 3D പിക്ചേഴ്സ് എടുക്കാനായിട്ടാണ് സാധാരണ ഇത് സഹായിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽ സർഫസിൻ്റെ 3D പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. പുറത്തു നിന്നുള്ള സ്കാനിങ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് 3D പിക്ചേഴ്സ് ഇവോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 3D ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അത് ഒരു ലിവിങ് സിസ്റ്റത്തിലാണെങ്കിൽ അതെന്തിനെ റെക്കഗ്നൈസ് ചെയ്യും, സെൽ സർഫസിനെ റെക്കഗ്നൈസ് ചെയ്യും. ഇതിൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോഡോൺ കോൾസ് ഫോർ FMET RNA FMET? അതായത് ഏത് കോഡോൺ ആണ് FMET RNA? ഇതിൽ നമുക്കറിയാം ട്രാൻസ്ലേഷന് പല സ്റ്റെപ്പുകളുണ്ട്, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളുണ്ട്. അതിനകത്ത് ഇനീഷ്യേഷൻ, അതായത് ശരിക്കും ഒരു ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിവേഷൻ ഓഫ് ATP എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ചാർജിങ് ഓഫ് അമിനോ ആസിഡ് എന്ന് പറയും. അങ്ങനെ ഒരു അമിനോ ആസിഡ് ചാർജ് ചെയ്തു FMET RNA ആയിട്ട് മാറി. അതിന് സഹായിക്കുന്ന കോഡോൺ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കോഡോൺ ആയിരിക്കും എപ്പോഴും എന്തിനു സഹായിക്കുക, ചാർജിങ് ഓഫ് അമിനോ ആസിഡ്സിന് സഹായിക്കുന്നത് ഫസ്റ്റ് കോഡോൺ ആയിരിക്കും. ആ ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത് ഏതാണ്, AUG ആണ് ഫസ്റ്റ് കോഡോൺ. ആ കോഡോൺ ആണ് എന്തിന് കാരണമാകുന്നത്, FMET RNAക്കോ FMETനോ കാരണമാകുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് കാരണമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇവൻറ്റ്സ് ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻസ് ആർ ലിസ്റ്റഡ് ആസ് പോളിഅഡിനേഷൻ, ക്യാപ്പിംഗ്, സ്പ്ലൈസിങ്. ഇവയാണ് 3 പ്രോസസ്സുകൾ. പോസ്റ്റ് നമുക്കറിയാം ഒരു യൂക്യാരിയോട്ടിൽ ഒരു ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന RNA എന്ന് പറയുന്നത് പ്യുവർ RNA അല്ല അല്ലേ, പകരം എന്ത് RNA ആണ്, HNRNA ആണ്, ഹെട്രോജീനസ് RNA ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് എന്ത് ചെയ്യണം, ആ HNRNA എന്താക്കി മാറ്റണം, ഒരു പ്യുവർ mRNA ആക്കി മാറ്റണം. ആ പ്യുവർ mRNA ആക്കി മാറ്റണമെങ്കിൽ അതിന് കുറേയധികം മോഡിഫിക്കേഷൻസ് വരുത്തണം. ആ മോഡിഫിക്കേഷൻസിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് ക്യാപ്പിംഗ്, അഡിനിലേഷൻ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്ലൈസിങ്. ഈ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് 3നും 3 ഓർഡർ ആണുള്ളത്. ഇതിനകത്ത് ഏതാണ് ആദ്യം, ഏതാണ് രണ്ടാമത്തത്, ഏതാണ് മൂന്നാമത്തത്, അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യാപ്പിംഗ് ആണ്. ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താ, ക്യാപ്പിംഗ്. അതായത് അതിൻ്റെ 5' എൻഡിൽ അല്ലെങ്കിൽ അപ്സ്ട്രീം എൻഡിൽ ഗ്വാനോസിൻ, മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് നടക്കുന്നതിനോടൊപ്പം എന്തുകൂടി നടക്കും, സ്പ്ലൈസിങ് കൂടി നടക്കും അല്ലേ. എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ഒരു HNRNA എന്ന് പറയുന്നത് ഇവിടെ കോഡിംഗ് സീക്വൻസുകളോ ഇത് കോഡിംഗ് സീക്വൻസ് ആണ്, ഇത് നോൺ കോഡിംഗ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി, ഈ കോഡിംഗ് സീക്വൻസിന് മാത്രം മതി. കോഡിംഗ് സീക്വൻസ് മാത്രമുള്ള ഒരു mRNA ആണ് നമുക്ക് ആവശ്യമുള്ളത്. ആ കോഡിംഗ് സീക്വൻസിനെ എല്ലാം അവിടെ നിർത്തി ഇൻട്രോൺസിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. സ്പ്ലൈസിങ് ആണ് രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ്. ഇല്ലെങ്കിൽ ക്യാപ്പിംഗ് നടക്കുന്നതിനോടൊപ്പമോ ഇല്ലെങ്കിൽ ഒരു mRNA സിന്തസൈസ് ചെയ്യുന്നതിനോടൊപ്പമോ എന്ത് നടന്നേക്കാം, സ്പ്ലൈസിങ് കൂടി നടന്നേക്കാം. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് നടക്കുക, പോളി അഡിനിലേഷൻ നടക്കുക. അതായത് ഒരു mRNAയുടെ 3' എൻഡിൽ എന്ത് ആഡ് ചെയ്യാം, അഡിനോസിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, അഡിനിലേഷൻ, പോളി അഡിനിലേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷനിൽ ഈ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചത്. ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താ, ക്യാപ്പിംഗ്. രണ്ടാമത് നടക്കുന്നത് സ്പ്ലൈസിങ്. മൂന്നാമത് നടക്കുന്നത് പോളി അഡിനിലേഷൻ. അപ്പോൾ 1, 2, 3 ഇതിനകത്ത് വരേണ്ടത് എങ്ങനെയാണ്, ആദ്യം ക്യാപ്പിംഗ് നടക്കും, പിന്നെ സ്പ്ലൈസിങ് നടക്കും, പിന്നെ എന്ത് നടക്കും, പിന്നെ ഒന്ന് നടക്കും. ഇതാണ് ശരിക്കും നടക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു ആൻസർ ഇതിനകത്തില്ല. മാത്രമല്ല ഇതാണ് ശരിക്കും ഒരു യൂക്യാരിയോട്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോക്യാരിയോട്സിലാണെങ്കിൽ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കാനുമില്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്. ഏതാണ് നടക്കുക, ആദ്യം നടക്കുന്നത് ക്യാപ്പിംഗ് നടക്കും, പിന്നെ എന്ത് നടക്കും, സ്പ്ലൈസിങ് നടക്കും, പിന്നെയാണ് എന്ത് നടക്കുക, പോളി അഡിനിലേഷൻ നടക്കുന്നത്. The gene silencing involves dash genes, inhibitory genes, activator genes, inducer gene, carcinoid. സൈലൻസിങ് എന്ന് പറയുന്നത് ഒരു ജീനിനെ
ജീൻ സൈലൻസിങ് എന്ന് പറയുന്നത് ജീനിനെ സൈലൻ്റ് ആക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ്. അതിനെ സഹായിക്കുന്ന ജീൻസിനെ നമ്മൾ പറയുന്നത് ഇൻഹിബിറ്ററി ജീൻസ് എന്നാണ്. ഒരു ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ജീൻസ്, ആ ജീൻസിനെ നമ്മളൊന്ന് വിളിക്കാം ഇൻഹിബിറ്ററി ജീൻസ് എന്ന് വിളിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രോമോസോം വാക്കിംഗ്? ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ്, സീക്വൻസിങ് ടെക്നിക്സ്, ജനറ്റിക് മാർക്കർ, കെമിക്കൽ ഡിഗ്രഡേഷൻ ടെക്നിക്സ്. ദാറ്റ് ഇസ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക്. ഒരു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സിനെയാണ് നമ്മളിതെന്ന് വിളിക്കുക ക്രോമോസോം വാക്കിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക, ഫോളോ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുന്ന കാര്യം മറന്നു പോകേണ്ട. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.